ഇതുമാണ് ദൈവക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഡിറ്റർജൻറ്റ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞ വാക്ക് നോക്കി, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. ലുക്ക 22:42. പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. മനസ്സിലായ? അപ്പം അവിടുത്തെ ഹിതമാണ് ശരിക്കും പറഞ്ഞാൽ ആത്മാവിൻ്റെ അന്നു വേണ്ട ആഹാരം. അപ്പോൾ ഒരു ദിവസം ഒരു കാര്യമെങ്കിലും നമ്മുടെ ഇഷ്ടമല്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമല്ലാതെ വരുന്ന കാര്യങ്ങൾ ദൈവനാമത്തെ സ്വീകരിക്കുമ്പോഴാണ് അത് ദൈവ ഇഷ്ടമായി മാറണത്. മനസ്സിലായില്ലേ? നമ്മുടെ ഇഷ്ടമല്ലാതെ ഒത്തിരി കാര്യങ്ങൾ വരുമല്ല നമ്മുടെ ജീവിതത്തിൽ. അത് നമ്മൾ ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്ത് ത്രൂ കർത്താവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുമ്പോഴാണ് അത് നമ്മൾ ഇതാകണത്, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാകണത്. ഈ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടല്ലേ എൻ്റെ പിതാവിനാൽ, അപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ എന്നാ 4:34 യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ഇഷ്ടം നിറവേറ്റുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. ഈ ഭക്ഷണമാണ് ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത്. അതാണ് നമ്മളെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിത വിളികളിൽ, ജീവിതവേദിയിൽ നമ്മുടെ അല്ലാത്ത ഇഷ്ടം സംഭവിക്കുമ്പോൾ, നമുക്ക് അനിഷ്ടമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് ദൈവ ഇഷ്ടമായിട്ട് എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും ഉപയോഗിച്ച് ബലം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവം.